പി ജയരാജൻ വീണ്ടും സിപിഎമ്മിൽ കരുത്തനാകുന്നു. കണ്ണൂർ സിപിഎമ്മിലെ നേതാക്കൾ തമ്മിലുള്ള ബലാബലത്തിൽ വന്ന മാറ്റമാണ് പി ജയരാജനെതിരായ ആരോപണത്തിന് പിന്നിൽ. വി ഗോവിന്ദന്റെ പൂർണ്ണ പിന്തുണയോടെയുള്ള പി ജയരാജന്റെ നീക്കത്തിന് മുഖ്യമന്ത്രിയുടെ മൗനാനുവാദമുണ്ട് എന്നും സൂചനയുണ്ട്. ഇതിനിടെ കണ്ണൂർ പിണറായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്രം സമ്മേളനത്തിന്റെ വാർഷിക പരിപാടിയിൽ മുഖ്യമന്ത്രിയും പി ജയരാജനും വേദി പങ്കിട്ടു. പി ജയരാജൻ LDF കൺവീനർ പി ജയരാജനെതിരെ CPM സംസ്ഥാന സമിതിയിൽ ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അതിനു പിന്നിലെ താൽപര്യം ആദ്യഘട്ടങ്ങളിൽ വ്യക്തമായിരുന്നില്ല. പാർട്ടിക്കകത്തെ ഉരുൾപൊട്ടൽ എന്ന് കരുതിയ പ്രതികരണം പിന്നീടാണ് ആസൂത്രിത നീക്കമാണെന്ന് ബോധ്യപ്പെട്ടത്. പി ജയരാജന്റെ നീക്കം സംസ്ഥാന സെക്രട്ടറി വി ഗോവിന്ദന്റെ അനുവാദത്തോടു കൂടിയാണെന്ന കാര്യവും പുറത്തുവന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ പാർട്ടിയിൽ ഒതുങ്ങിപ്പോയ പി ജയരാജൻ വീണ്ടും കരുത്തനാകുന്നു എന്നാണ് അണികൾക്കിടയിലെ പ്രചാരണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാറപ്പുറം സമ്മേളനത്തിന്റെ വാർഷികാചരണ ദിനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം പി ജയരാജൻ എത്തിയത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഈ പ്രചാരണത്തിന് കരുത്തു പകരുന്നു. വേദിയിലും മുഖ്യമന്ത്രിക്ക് അടുത്തു തന്നെയാണ് പി ജയരാജൻ സ്ഥാനമുറപ്പിച്ചത്. ചടങ്ങിൽ മുഖ്യമന്ത്രി വിവാദങ്ങൾ പ്രതിപാദിച്ചില്ല. പി ജയരാജൻ പ്രസംഗിച്ചതുമില്ല. വിവാദത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി വി ജയരാജൻ ഒഴിഞ്ഞുമാറുകയും ചെയ്തു. മുഖ്യമന്ത്രിക്ക് പുറകെ വേദി വിട്ട പി ജയരാജന്റെ പെരുമാറ്റം പാർട്ടിക്കുള്ളിൽ താൻ കരുത്തനാകുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൂടിയാണ് CPMനകത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ഏകീകൃത കുർബാന തർക്കം നിലനിൽക്കുന്ന എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ തുറന്നു നൽകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഔദ്യോഗിക വിമത വിഭാഗങ്ങളുമായി ജില്ലാ ഭരണകൂടം നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. സിനഡ് മെത്രാന്മാരെ ഉൾപ്പെടുത്തിയുള്ള ചർച്ച വേണം എന്നാണ് വിമത വിഭാഗത്തിന്റെ ആവശ്യം. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ ദേവാലയം തുറക്കാൻ സാധ്യതയില്ല. ഏകീകൃത കുർബാനയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇരുവിഭാഗങ്ങളെയും പോലീസ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ നിന്ന് ഒഴിപ്പിച്ചത്. ക്രിസ്മസ് ദിനത്തിൽ പാതിരാ കുർബാനയ്ക്ക് ഇരുവിഭാഗങ്ങൾക്കും വ്യത്യസ്ത സമയങ്ങൾ നൽകി എങ്കിലും പോലീസിന്റെ നിർദ്ദേശം അംഗീകരിക്കാൻ ഇരുകൂട്ടരും തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ടത്. RTOയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഏകീകൃത കുർബാന അനുകൂലികളുമായി ചർച്ചയില്ലെന്ന് പ്രഖ്യാപിച്ച വിമത വിഭാഗം സിനഡ് മെത്രാന്മാർ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ചർച്ചയാകാമെന്ന് അറിയിച്ചു. അൾത്താരയിലെ ബലിപീഠം ഉൾപ്പെടെയുള്ളവ നശിപ്പിച്ചതിനാൽ പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷം മാത്രമേ കുർബാന നടത്താൻ ആരെയും അനുവദിക്കുകയുള്ളൂ എന്നാണ് വിമത വിഭാഗത്തിന്റെ നിലപാട്. പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും ആക്ഷേപമുണ്ട്. പ്രശ്നപരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ബസിലിക്ക പ്രാർത്ഥനകൾക്കായി തുറന്നു നൽകില്ല. ക്രിസ്മസ് അവധിക്ക് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ തീരുമാനം ഉണ്ടാകുമെന്നാണ് പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഫർ സോൺ, വായ്പാ പരിധി ഉയർത്തൽ, കേരയിൽ തുടങ്ങിയ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെന്നാണ് വിവരം. CPIM പോളിറ്റ് ബ്യൂറോ യോഗത്തിനായി ഡൽഹിയിൽ എത്തുന്ന മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെ കാണാനാണ് അനുമതി തേടിയിട്ടുള്ളത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് CPIM പോളിറ്റ് ബ്യൂറോ യോഗം. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൂടിക്കാഴ്ചയ്ക്ക് ഇതുവരെയും അനുമതി ലഭിച്ചിട്ടില്ല. സിക്കിമിൽ സൈനിക വാഹനം മറിഞ്ഞ് മരിച്ച മലയാളി ജവാൻ വൈശാഖന്റെ സംസ്കാരം ഇന്ന്. തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം. രാവിലെ 8 മണിയോടെ മൃതദേഹം മാത്തൂർ ചുങ്കമന്തം UP സ്കൂളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇന്നലെ രാത്രിയാണ് മൃതദേഹം നാട്ടിൽ എത്തിച്ചത്. വാളയാറിൽ വെച്ച് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി. ഷാഫി പറമ്പിൽ MLA, ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കലോത്സവത്തിനൊരുങ്ങി കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചരിത്ര നേട്ടം കൊയ്യാനൊരുങ്ങി പാലക്കാട് ആലത്തൂർ ഗുരുകുലം സ്കൂൾ. കഴിഞ്ഞ 9 വർഷമായി സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനം നേടുന്ന സ്കൂളിന് ഇത്തവണയും നേട്ടം ആവർത്തിക്കാനായാൽ ചരിത്രമാകും. അതിനായുള്ള കഠിന പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ. രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അരങ്ങുണരുമ്പോൾ
ചരിത്ര നേട്ടത്തിനരികിലാണ് ആലത്തൂർ ഗുരുകുലം സ്കൂൾ. തുടർച്ചയായി 9 തവണ സ്കൂൾ തലത്തിൽ 1-ാം സ്ഥാനം ആലത്തൂരിനായിരുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ 18 ഇനത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 14 ഇനത്തിലും സംസ്കൃത വിഭാഗത്തിൽ 5 ഇനത്തിലുമായി 179 പേരാണ് ഇവിടെ നിന്ന് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒരു ഗ്യാപ്പ് വല്ലാതെ ബാധിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് കുട്ടികൾ മറന്നു. അപ്പോൾ ആ ഒരു ഫ്ലോ പോയി. പിന്നീട് ഇപ്പോൾ സബ് ജില്ലയൊക്കെ എടുക്കുമ്പോഴേക്കും ഫയർ വന്ന് സബ് ജില്ല കഴിഞ്ഞതോടുകൂടി കുട്ടികൾക്ക് അതിൻ്റെ ഒരു സ്പാർക്ക് ഉണ്ടായി. പിന്നെ ജില്ലയിലേക്ക് എത്തിയപ്പോഴേക്കും വളരെ കഠിനമായി അധ്വാനിക്കുകയും അത് നേടിയെടുക്കാനുള്ള സ്പിരിറ്റായി. ജില്ല കഴിഞ്ഞതോടുകൂടി പിന്നെ വേറൊരു ലെവലായി. പഴയ കുട്ടികളുടെ ആ സ്പിരിറ്റിലേക്ക് എത്തി. കഠിന പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ, ആവേശത്തിലും. 9 വർഷമായി ഹൈസ്കൂൾ മികച്ച സ്കൂൾ കേരളത്തിൽ ഞങ്ങളാണ്. ഹയർ സെക്കൻഡറിയും സംസ്കൃതം വിഭാഗത്തിലും കൂടി മികച്ച സ്കൂളാവാനുള്ള പ്രയത്നത്തിലാണ് നമ്മൾ. കലോത്സവം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വികാരമാണ്. വിജയം പരാജയം മാത്രമല്ല, ഇതിൽ നിന്നും ഞങ്ങൾ കണ്ടെത്തുന്ന ക്വാളിറ്റീസ്, വാല്യൂസ് പഠിക്കുന്നത്. കലയെ മാത്രം ആരാധിക്കില്ല, നമ്മുടെ ഇന്നർ ടാലൻസിനെ അറിയാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഇങ്ങനെ കുറേ നമ്മുടെ ലൈഫ് വാല്യൂസിനെയും നമ്മുടെ ലൈഫിനെ ഒരു ലക്ഷ്യം പോലെ കൂടി കണ്ടെത്താൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഇത്തവണയും നേട്ടം ആവർത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആലത്തൂർ സ്കൂൾ. ന്യൂസ് 18 പാലക്കാട്. സ്കൂൾ കലോത്സവങ്ങളിൽ നിരവധി തവണ കലാപ്രതിഭയായ PS കൃഷ്ണനുണ്ണി ഇല്ലാത്ത കലോത്സവത്തിന് ആതിഥ്യമരുളുകയാണ് കോഴിക്കോട്. മാസങ്ങൾക്ക് മുമ്പ് മരണത്തിന് കീഴടങ്ങിയ കൃഷ്ണനുണ്ണിയുടെ ഓർമ്മകളിൽ ജീവിക്കുകയാണ് മാതാപിതാക്കൾ. NGO ക്വാർട്ടേഴ്സിനടുത്തുള്ള കൃപയിൽ ദുഃഖം തളം കെട്ടിക്കിടക്കുന്നുണ്ട് ഇപ്പോഴും. ശബ്ദഗാംഭീര്യവും അസാധാരണ മെയ്വഴക്കവും കൊണ്ട് സദസ്സിനെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാപ്രതിഭ PS കൃഷ്ണനുണ്ണിയുടെ വീടാണിത്. സബ് ജില്ല മുതൽ ജില്ല വരെയുള്ള കലോത്സവങ്ങളിൽ കൃഷ്ണനുണ്ണി മാത്രമായിരുന്നു ഒരു കാലത്ത് കോഴിക്കോടിന്റെ കലാപ്രതിഭ. ആയിരത്തി 1997 സ്കൂൾ കലോത്സവത്തിൽ സംസ്ഥാന തലത്തിലും കലാപ്രതിഭയായി. കോഴിക്കോട് സംസ്ഥാന കലോത്സവം എത്തിയാൽ എവിടെയാണെങ്കിലും കൃഷ്ണനുണ്ണി ഓടിയെത്താറുണ്ട്. എന്നാൽ ഇനി കൃഷ്ണനുണ്ണി കലോത്സവത്തിന് വരില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 15 കൃഷ്ണനുണ്ണി ലോകത്തോട് വിട പറഞ്ഞു. കൃഷ്ണനുണ്ണി നേടിയ മെഡലുകളും ട്രോഫികളും നോക്കി നിറകണ്ണുകളുമായി 3 മനുഷ്യർ ഇവിടെയുണ്ട്. മാതാപിതാക്കളായ സുരേന്ദ്രനും ശാന്തകുമാരിയും സഹോദരി പത്മജയും. കൃഷ്ണനുണ്ണി ഇല്ലാത്തൊരു കലോത്സവത്തെക്കുറിച്ച് പറയുമ്പോൾ സുരേന്ദ്രൻ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. അവൻ്റെ മുന്നേ ഉണ്ടായ ശേഷം ഞങ്ങൾ കലോത്സവങ്ങളൊന്നും ഒഴിവാക്കാറില്ല. ഞങ്ങൾക്കൊരു ക്രേസായിരുന്നു, ഞങ്ങൾ കാണുന്നു, അങ്ങനെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കോഴിക്കോട് വന്നപ്പോൾ സത്യം പറയുകയാണെങ്കിൽ വേദനയാണ്. അവനില്ലാത്തൊരു കലോത്സവം. മിമിക്രിയും മോണോ ആക്റ്റും കഥാപ്രസംഗവും നാടോടി നൃത്തവും ഓട്ടം തുള്ളലും കഥകളി സംഗീതവുമൊക്കെയായി കൃഷ്ണനുണ്ണി എത്ര അരങ്ങുകളെ പുളകം കൊള്ളിച്ചിരുന്നു. സഹോദരി പത്മജയും കലോത്സവങ്ങളിൽ താരമായ കാലമുണ്ടായിരുന്നു. പുല്ലാങ്കുഴൽ വായനയിലും കൃഷ്ണനുണ്ണിയുടെ വൈഭവം ഏറെ പ്രശംസിക്കപ്പെട്ടു.
പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കിയ കൃഷ്ണനുണ്ണി മസ്കറ്റിൽ ഭാര്യയ്ക്കും മകനുമൊപ്പമായിരുന്നു താമസം. കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ കൃഷ്ണനുണ്ണിയെ വിധി തട്ടിയെടുത്തത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. പോലീസുകാരുടെ റോന്തു ചുറ്റൽ അനായാസമാക്കാൻ കൊച്ചി നഗരത്തിൽ പുതിയ വാഹനങ്ങൾ എത്തുന്നു. പരിസ്ഥിതി സൗഹൃദത്തിനപ്പുറം നിരവധി പ്രത്യേകതകളും ഹോവർ ബോർഡുകൾക്കുണ്ട്. ഡിജിറ്റൽ ഡിസ്പ്ലേ, വയർലെസ് റിമോട്ട് കൺട്രോൾ, LED ലൈറ്റുകൾ, വേഗത നിയന്ത്രിക്കാനുള്ള സംവിധാനം, ബീക്കിൾ ലൈറ്റ്, ചാർജിംഗ് സംവിധാനം തുടങ്ങി നിരവധി സൗകര്യങ്ങൾ അടങ്ങിയതാണ് ഹോവർ ബോർഡുകൾ. വേഗത മണിക്കൂറിൽ 15 മുതൽ 18 കിലോമീറ്റർ വരെ. ഇരുചക്ര വാഹനങ്ങളെ അപേക്ഷിച്ച് ജനത്തിരക്കുള്ളയിടങ്ങളിൽ ഉയരത്തിൽ വീക്ഷിക്കാനാവും എന്നത് നേട്ടമാണ്. എസ്പെഷ്യലി ഈ സമയത്ത് ന്യൂ ഇയർ, ക്രിസ്മസ്, ബിനാലെ, കാർണിവലൊക്കെ നടക്കുന്ന സമയങ്ങളാണ്. മാർക്കറ്റ്സിലൊക്കെ നല്ല തിരക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും കുറവ് സമയങ്ങളിൽ കൂടുതൽ ഡിസ്റ്റൻസസ് കവർ ചെയ്തിട്ട് ക്രൗഡ് മാനേജ്മെൻറ്റും പിന്നെ പബ്ലിക് ഓർഡർ മാനേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഹെൽപ്പാവും. കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ കാനറ ബാങ്കിന്റെ സഹായത്തോടെയാണ് ഈ ഹോവർ ബോർഡുകൾ കൊച്ചിയിൽ എത്തുന്നത്. ഫ്രീഗോ എന്ന കമ്പനിയുടെ 6 ഹോവർ ബോർഡുകളാണ് നഗരത്തിൽ വരുന്നത്. ഒറ്റത്തവണ ബാറ്ററി ചാർജ് ചെയ്താൽ 7 മണിക്കൂർ വരെ ചാർജ് നിലനിൽക്കും. 1,60,000 രൂപയാണ് ഒരു ഹോവർ ബോർഡിന്റെ വില. വാഹനം ഉപയോഗിക്കാൻ പോലീസുകാർക്കായുള്ള പരിശീലനം പൂർത്തിയായി വരികയാണ്. ന്യൂസ് 18 കൊച്ചി. മണ്ഡലപൂജയ്ക്കൊരുങ്ങി സന്നിധാനം. മണ്ഡലപൂജയ്ക്കൊരുങ്ങി ശബരിമല സന്നിധാനം. ആറന്മുള ക്ഷേത്രത്തിൽ നിന്നുള്ള തങ്കയങ്കി ഇന്ന് വൈകിട്ട് സന്നിധാനത്തെത്തും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 1 മണിക്കുമിടയിലാണ് മണ്ഡലപൂജ. മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തി കുറിക്കുന്ന ദിവസമാണ് മണ്ഡലപൂജ. തിരുവിതാംകൂർ രാജകുടുംബം അയ്യപ്പന് സമർപ്പിച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ് ഈ ദിവസത്തെ വിശേഷത. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് ശബരിമല സന്നിധാനത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. മണ്ഡലപൂജയ്ക്ക് തലേദിവസം വൈകിട്ട് ദീപാരാധനയ്ക്കും മണ്ഡലപൂജ സമയത്ത് മാത്രമേ തങ്കയങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തു. മണ്ഡലപൂജയ്ക്ക് തങ്കയങ്കി ചാർത്തിയുള്ള ഉച്ചപൂജയാണ് പ്രധാനം. മണ്ഡലപൂജ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 41ാമത്തെ ദിവസത്തെ ഉച്ചപൂജ തന്നെയാണ് മണ്ഡലപൂജ. അതിന് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ച തങ്കയങ്കി ചാർത്തിയുള്ള പൂജയാണ്. വൈകുന്നേരം 5:30 ശരംകുത്തിയിൽ വെച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിച്ച് തങ്കയങ്കി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. അനന്തഗോപൻ തുടങ്ങിയവർ ചേർന്ന് 18ാം പടിക്ക് മുകളിലായി കൊടിമരത്തിന്റെ മുന്നിൽ വെച്ച് തങ്കയങ്കിയെ സ്വീകരിക്കും. 6:35 തങ്കയങ്കി ചാർത്തിയുള്ള മഹാദീപാരാധന. രാത്രി നടയടയ്ക്കും വരെ ഭക്തർക്ക് തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം കാണാം. നാളെ ഉച്ചയ്ക്ക് 12:30 1 മണിക്ക് മധ്യയുള്ള മുഹൂർത്തത്തിലാണ് തങ്കയങ്കി ചാർത്തിയുള്ള മണ്ഡലപൂജ. രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിന് പരിസമാപ്തിയാകും. പിന്നീട് വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുന്നതോടെയാണ് മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമാവുക. ന്യൂസ് 18 സന്നിധാനം. മണ്ഡലകാല തീർത്ഥാടനത്തിന് സമാപനം കുറിക്കുന്ന ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് പ്രതീക്ഷിക്കുന്നത് ഭക്തരുടെ പ്രവാഹം. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പമ്പയിൽ നിന്നും തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടില്ല. തങ്കയങ്കി എഴുന്നള്ളത്തിന്റെ ഭാഗമായാണ് ഈ നിയന്ത്രണം. തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളും അയ്യപ്പന്മാർക്ക് സുഖമായി ദർശനം നടത്തി മടങ്ങാനുള്ള സാഹചര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് സന്നിധാനം സെക്യൂരിറ്റി ഓഫീസർ R. അനന്ത് IPS ന്യൂസ് 18 പറഞ്ഞു. ശബരിമല സന്നിധാനത്ത് മണ്ഡലകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിന്ന്. ഇന്ന് ഭഗവാനെ തങ്കയങ്കി ചാർത്തിയുള്ള പൂജകളുണ്ട്, ദീപാരാധനയുണ്ട്. മാത്രമല്ല മണ്ഡലകാലം അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തുകയാണ്. വലിയ തിരക്കം അനുഭവപ്പെടുന്നുണ്ട്. നമ്മോടൊപ്പം സന്നിധാനം സുരക്ഷാ ഓഫീസറായ R. ആനന്ദ് IPS ചേരുന്നു. വലിയ തിരക്കാണ് 2 ദിവസമായിട്ട് അനുഭവപ്പെടുന്നത്. ഇന്ന് എന്തെങ്കിലും കൂടുതലായിട്ടുള്ള നിയന്ത്രണങ്ങളും മറ്റും ഏർപ്പെടുത്തുന്നുണ്ടോ? നമുക്ക് മണ്ഡലപൂജയായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ടാണ് നമുക്ക് നല്ല തിരക്ക് നമുക്ക് തുടങ്ങിയിട്ടുണ്ട് സന്നിധാനത്തിൽ. നമുക്ക് ഈ സ്കൂളുകളെല്ലാം ഹോളിഡേ ആയതുകൊണ്ടും പിന്നെ ക്രിസ്മസ് ലീവ് ആയതുകൊണ്ടും നമുക്ക് കൂടുതൽ സ്വാമിമാർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ അത്ര തിരക്കുള്ളപ്പോൾ നമ്മൾ നന്നായിട്ട് സ്വാമിമാരെ മാനേജ് ചെയ്യാൻ പറ്റും. ക്രൗഡ് മാനേജ്മെന്റ് നന്നായിട്ട് ചെയ്ത് ഭക്തർക്ക് നല്ല രീതിയിൽ ഒരു ദർശനം കിട്ടിയ ഒരു അവസരം കൂടി നമ്മൾ ഒതുക്കി കൊടുത്ത് ഇനി ആ സെയിം അറേഞ്ച്മെന്റ്സ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് നമ്മൾ. പിന്നെ നാളെ തങ്കയങ്കി വരുന്നത് കൊണ്ട് നമ്മൾ
ഇതിനു വേണ്ടി നമ്മൾ ഓഫീസേഴ്സ്ക്ക് ഒരു പ്രത്യേക നമ്മൾ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഒരു സ്കീം ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഇന്ന ഒരു പ്രത്യേക ബ്രീഫിംഗ് കൂടി ഉണ്ടാകും ആൾ ഓഫീസേഴ്സ്. പിന്നെ മറ്റ വകുപ്പുകളോടെ നമ്മൾ ADM മറ്റ ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ആൻഡ് മറ്റ ഫോറസ്റ്റ് ഫയർ மற்றும் NDRF RAF അവിടെയുള്ള ഫോഴ്സ് ഓഫീസേഴ്സോടെ ഒരു കോർഡിനേഷൻ മീറ്റിംഗ് കൂടെ വൈകിട്ട് ഉണ്ടാകും. സോ ദാറ്റ് നമ്മൾ കൂടുതൽ ക്രൗഡ് വരുന്നതും നമ്മൾ തങ്ങി വരുന്നതായിട്ട് നമ്മൾ നന്നായിട്ട് ഒരു മാനേജ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാം. ഈ ആളുകൾ വരുമ്പോഴും അത് തിരക്ക് അറിയുന്നില്ല, ഒഴുകി പോകുന്നത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് തിരക്ക് നമുക്ക് ആളുകൾ നോക്കാൻ പറ്റും. ഇപ്പോൾ മരക്കൂട്ടത്തിൽ നമ്മൾ അവിടുത്തെ പോലീസ് ടീം അവർക്ക് വരുന്ന ആളുകൾ എത്ര ആണ് നമുക്ക് മാനേജ് നോക്കാൻ പറ്റും. അണ്ട് പമ്പയിൽ 1 മണിക്കൂർ വരുന്ന വിവരം നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. സോ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ മാനേജ് ചെയ്യുന്നത്. സോ നല്ല തിരക്കുള്ളപ്പോൾ നമ്മൾ കൺസേൺഡ് പോയിന്റുകളുള്ള ഓഫീസേഴ്സ് തന്നെ നമ്മൾ കൃത്യമായിട്ട് അവർ ബ്രീഫ് ചെയ്യും. സോ അവർ ആ ക്രൗഡ് അനുസരിച്ചിട്ട് കാര്യങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. രാത്രി നിയന്ത്രണങ്ങൾ കൂടുതൽ എന്തെങ്കിലും ഏർപ്പെടുത്തുന്നുണ്ടോ? രാത്രി നമുക്ക് ഇപ്പോൾ ഉള്ള രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴും രാത്രി വരുന്ന ഭക്തർകളെ നമ്മൾ നല്ല രീതിയിൽ ഇവിടെ ക്രൗഡ് മാനേജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാകുന്നുണ്ട്. അത് കണ്ടിന്യൂ ചെയ്യാം. നിലവിൽ 90,000 മുകളിൽ ബുക്ക് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വിറച്ചിരിക്കൂലേ? പലർക്കും ഉള്ള സംശയമാണ് ബുക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അയ്യനെ കാണാൻ പറ്റുമല്ലേ എന്നുള്ളത്. അത്തരത്തിൽ എന്തെങ്കിലും നിയന്ത്രണമോ നിബന്ധനകളോ പോലീസിന്റെ ഭാഗത്തുണ്ടാകുമോ? ഇല്ല, നമ്മൾ ബുക്കിംഗ് പമ്പയിൽ നിന്ന് വരുന്നവരെ നമ്മൾ മാനേജ് ചെയ്ത് നമ്മൾ ദർശനം കൊടുക്കാൻ വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇരുമുടിയായി വരുന്നവർക്ക് മടങ്ങേണ്ടി വരില്ല എന്ന് ഉറപ്പാണല്ലോ? ഇല്ല, അങ്ങനെ ഉണ്ടാകില്ല. നമ്മൾ മാക്സിമം എല്ലാ സ്വാമിമാർക്കും ഒരു നല്ല ദർശനം കിട്ടാൻ വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് നമ്മുടെ ഉദ്ദേശമാണ്. അത് ഇതുവരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നന്നായിട്ട് ചെയ്യാം. കൂടുതൽ നിരീക്ഷണ സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പെടുത്തുന്നുണ്ടോ പമ്പ മുതൽ ഇതുവരെയൊക്കെ ഈ ദിവസങ്ങളിലേക്ക് വേണ്ടി? നമ്മൾ സ്പെഷ്യൽ ടീമും ഉണ്ട്. നമ്മൾ മഫ്തിയിലെ വാച്ച് ചെയ്യുന്നുണ്ട്. CCTVയിൽ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. സോ നമ്മൾ നിരീക്ഷണങ്ങൾ കാര്യങ്ങൾ ശക്തമായിട്ടാണ് ഉണ്ടാകുന്നുണ്ട്. ഈ വരുന്ന ആളുകൾ പ്രായമായ കുട്ടികൾക്കും പ്രത്യേക പരിഗണന പമ്പ മുതൽ നടപ്പന്തൽ വരെ നൽകാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യേക സംവിധാനം അല്ലെങ്കിൽ പോലും അങ്ങനെ പരിഗണന നൽകുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മൾ ഓരോരോ പ്ലേസിലുള്ള ഓഫീസേഴ്സ് നമ്മൾ അവരെ കൺസേൺ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. എവറിബഡി വരുന്ന കുട്ടികൾ പ്രായമുള്ളവർക്ക് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ പരിഗണിക്കാൻ വേണ്ടി എല്ലാ പോയിന്റുകളുള്ള ഓഫീസേഴ്സ് അവർ കൺസേൺ അനുസരിച്ചാണ് ചെയ്യുന്നത്. ക്യൂ കോംപ്ലക്സ് ഇപ്പോൾ എത്രമാത്രം സജ്ജമാണ് സർ? ക്യൂ കോംപ്ലക്സ് നമ്മൾ തിരക്ക് കൂടുതലുള്ള സമയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാം. എന്തെങ്കിലും വരുന്ന അയ്യപ്പന്മാരോട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടോ പോലീസ്? പമ്പ മുതൽ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങൾ? നമ്മൾ പോലീസ് വരുന്ന അയ്യപ്പന്മാർക്ക് ഒരു നല്ല ഒരു സഹകരണത്തോട് അവർക്ക് ഒരു നല്ല ഒരു സുരക്ഷിതമായിട്ടും ഒരു സേഫ് ആയിട്ടുള്ള ദർശനം കിട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ പോലീസിന്റെ ഭാഗത്തിലും ഉണ്ടാകും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പന്മാരെ കടത്തുന്ന നിയന്ത്രണം ഉണ്ടായിരിക്കും, കാരണം അന്ന് ഈ പിറ്റേ ദിവസം നട അടക്കിയാണ്, അന്ന് വൈകുന്നേരത്തോടെ എല്ലാം നട അടക്കിയാണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങളുണ്ടോ? എത്ര മണി മുതലാണ് എന്തെങ്കിലും ധാരണയാണോ കൃത്യമായിട്ട്? അത് നമ്മൾ പിന്നീട് അടുത്തുള്ള കാര്യങ്ങൾ വരുന്ന ദിവസങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പറയാം. എന്താണെങ്കിലും ശബരിമല സജ്ജമാണ്. സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ശക്തമായിട്ടാണ്. അയ്യപ്പന്മാർക്ക് വരുന്നവർക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ ഉണ്ട്. എത്ര അയ്യപ്പന്മാർ വന്നാലും അവർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്നാണ് SO അറിയിച്ചിരിക്കുന്നത്. വിനോദ് കുമാറിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. വടകരയിലെ വ്യാപാരി മരിച്ചത് ശ്വാസം മുട്ടിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക കണ്ടെത്തൽ. കൊലപാതകമാണ് എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് കണ്ടെത്തൽ. വ്യാപാരിയുടെ സ്വർണ്ണാഭരണവും പണവും ബൈക്കും തട്ടിയെടുത്തവരെ കണ്ടെത്താൻ CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക്, ഡോഗ് സ്ക്വാഡ് എന്നിവ കടയും പരിസരങ്ങളും പരിശോധിച്ചിരുന്നു. രാത്രി വൈകി കടയടയ്ക്കുന്നയാളാണ് രാജൻ. ഇത് മനസ്സിലാക്കിയാണ് കവർച്ച നടത്തിയത് എന്നാണ് അനുമാനം. വടകര CI മനോജിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാട്ടിലെത്തിച്ച മൃതദേഹം ഇന്ന് സംസ്കരിക്കും. വിദേശത്തുള്ള മകൻ എത്തിയ ശേഷമായിരിക്കും സംസ്കാരം. ISL ബോക്സിംഗ് ഡേയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മുതലാണ് മത്സരം. എല്ലാ ടീമുകളുമായും ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിന്റെ 6ാം ഹോം മത്സരമാണിത്. ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.